നമസ്കാരം, ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ, ഋഷി IVF സെന്റർ പട്ടാമ്പിയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ആനിജാക്കുലേഷൻ അല്ലെങ്കിൽ ശുക്ലം ഒട്ടും വരാത്തൊരു പ്രശ്നത്തിനെ പറ്റിയിട്ടാണ്. ഇത് പൊതുവെ ആരും കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാറില്ല, പുറത്ത് ആരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിങ്ങനെ പ്രശ്നം തന്നെയാണോ, അത് വെറും എനിക്ക് തോന്നലാണോ എന്നുള്ള സംശയം കൊണ്ട് തന്നെ എത്രയോ കാലം വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ആനിജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ശുക്ലം ഒട്ടും പുറത്തേക്ക് വരാത്തത്. അവർ ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ ശുക്ലം പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പ്രഗ്നൻസി ഉണ്ടാവില്ല. ഇതിൽ രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ ശുക്ലം ഉണ്ടാവുന്നുണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല, എന്ന് വെച്ചാൽ അത് തിരിച്ച് മൂത്രസഞ്ചിയിലേക്ക് കറക്കുകയാണ്. ഇതിന് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ ശുക്ലം മുന്നോട്ട് പോകേണ്ടവരും പിന്നോട്ട് ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ള പ്രശ്നമായിരിക്കാം. ഇതിന് നമുക്ക് ആ മൂത്രത്തിൽ നിന്നുള്ള ബീജങ്ങളെ കളക്ട് ചെയ്ത് അത് വെച്ച് പ്രഗ്നൻസി ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആനിജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ശുക്ലം ഉണ്ടാവുന്നുണ്ട്, അത് പുറത്തേക്ക് വരുന്നു എന്ന് തോന്നുന്നുമുണ്ട്, അതിന്റെ അനുഭവം, കോണ്ടാക്ട് ചെയ്യുന്ന അനുഭവം ശരിക്കും കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു തുള്ളി ശുക്ലം പുറത്തു വരുന്നില്ല. ഇങ്ങനെയുള്ളതിന് നമുക്ക് സാധ്യത ഒന്ന്, അതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇതൊരു ഷുഗർ വലിയൊരു കാരണമാണ്. തീർച്ചയായിട്ടും പ്രമേഹം നമുക്ക് ഇല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. രണ്ടാമത്തത്, വേറെ അവർക്ക് മാനസികമായിട്ടുള്ള വല്ല ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് വല്ല ടെൻഷൻ കുറയ്ക്കാനോ വല്ല ഡിപ്രഷനോ അങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് അവർ ഇപ്പോൾ കഴിക്കുന്നുണ്ടോ, അങ്ങനത്തെ അവരുടെ കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ പ്രശ്നത്തിന് വല്ല തടസ്സം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. മൂന്നാമത്തത്, അവരുടെ